എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ വോട്ടെടുപ്പ് അവസാനിക്കുന്ന സമയത്ത് ഉള്ള നടപടിക്രമങ്ങൾ നമുക്ക് എന്തൊക്കെ ചെയ്യാം, എങ്ങനെയൊക്കെ ചെയ്യാം എന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ എങ്ങനെ ഏതെങ്കിലും സാഹചര്യവശാൽ തുടങ്ങാൻ ഒരു 5 മിനിറ്റ് താമസിച്ചു പോയാൽ പോലും നമ്മൾ തീർക്കുന്നത് കൃത്യസമയത്ത് തന്നെ തീർക്കണമെന്നാണ്. അവിടെ കുറേ സമയം കൂട്ടിയെടുക്കാനോ ഒന്നും പാടില്ല. എന്നാൽ ആ തീരുന്ന വോട്ടെടുപ്പ് അവസാനിക്കുന്ന 5 മണിയാണെങ്കിൽ 5 മണിക്ക് ആ സമയത്ത് ക്യൂവിലുള്ളവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അപ്പോൾ പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പിട്ട സ്ലിപ്പുകൾ ഏറ്റവും പുറകിൽ നിന്ന് 1 എന്ന് തൊട്ട് തുടങ്ങിയിട്ട് മുമ്പോട്ട് ക്യൂവിൽ സ്ലിപ്പ് ക്യൂ ഉണ്ടെങ്കിൽ പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പിട്ട സ്ലിപ്പുകൾ 1 മുതൽ നമ്പർ ഇട്ട സ്ലിപ്പുകൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കണം പ്രിസൈഡിംഗ് ഓഫീസർ. അപ്പോൾ അത് കൊടുക്കേണ്ടതാണ്. എന്നതിന് ശേഷം പോലീസ് ഉദ്യോഗസ്ഥനെ ഏൽപ്പിക്കുക. ഇനി ഈ ക്യൂവിലേക്ക് മറ്റൊരാൾ വരാൻ സമ്മതിക്കരുത് എന്ന കാര്യവും അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കുക. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മെഷീൻ ക്ലോസ് ബട്ടൺ അമർത്തുകയാണ് നമ്മൾ അടുത്തത്. വോട്ടിംഗ് കഴിഞ്ഞാൽ ഈ കൺട്രോൾ യൂണിറ്റിലുള്ള ഒരു ലിഡ് പൊക്കിയാൽ നമുക്ക് ക്ലോസ് ബട്ടൺ കാണാം. ആ ക്ലോസ് ബട്ടൺ പ്രിസൈഡിംഗ് ഓഫീസർ അമർത്തുക. അമർത്തി കഴിയുമ്പോൾ ഡിസ്പ്ലേയിൽ, കൺട്രോൾ യൂണിറ്റിൻ്റെ ഡിസ്പ്ലേയിൽ ആകെ വോട്ടുകൾ തെളിയും. അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ഓരോ സ്ഥാനാർത്ഥിക്കും കിട്ടിയ വോട്ടുകൾ കാണിക്കില്ല. അപ്പോൾ ഈ ക്ലോസ് ബട്ടൺ എന്ന് പറയുന്നത് റിസൾട്ട് സെക്ഷൻ്റെ ഇടതുവശത്തുള്ള ഒരു റബ്ബർ ക്യാപ്പ് ഇട്ട്, നമ്മൾ കറുത്ത റബ്ബർ ക്യാപ്പ് അതിട്ട് അടച്ചു വെച്ചിരിക്കുകയായിരിക്കും. മാത്രമല്ല, ഈ മെഷീൻ്റെ വോട്ടും ക്ലോസ് ചെയ്യുമ്പോൾ അത് 17A അതായത് വോട്ടേഴ്സ് രജിസ്റ്ററിലെ എണ്ണവുമായിട്ട് നമ്മൾ ടാലി ചെയ്തിരിക്കണം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ടോട്ടൽ നോക്കിക്കൊണ്ടിരിക്കുന്നതിനാൽ ഓൾറെഡി നമ്മൾ ടാലി ആയി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം അപ്പം നമ്മൾ ക്ലോസ് ചെയ്തു, സ്ക്രീന് നമ്മൾ ശ്രദ്ധിച്ചു. പിന്നെ ഇനി വി വി പാറ്റിൽ നിന്ന് കൺട്രോൾ യൂണിറ്റ് വേർപെടുത്തി, ക്ലോസിംഗ് ടൈം ഡിസ്പ്ലേ ഫോർ ആ ഡയറിയിൽ ഉള്ള ക്ലോസിംഗ് ടൈം ഒക്കെ ഒന്ന് ക്ലോസിംഗ് ടൈം ഡയറിയിൽ ഒന്ന് എഴുതേണ്ടതുണ്ട്. അത് ആ സമയം തന്നെ ആയിരിക്കുമല്ലോ, നമ്മൾ വേണമെങ്കിൽ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ടാവും. ഇനി 17A അതായത് വോട്ടേഴ്സ് രജിസ്റ്ററിൽ എന്ത് ചെയ്യണം? ശരിക്കും പ്രിസൈഡിംഗ് ഓഫീസർ അവസാനം ഒരു വരയിടുക. ആ വരയിട്ടതിന് ശേഷം ദ സീരിയൽ നമ്പർ ഓഫ് ലാസ്റ്റ് എൻട്രി ഇൻ ഫോം 17A ഈസ് എന്ന് എഴുതിയിട്ട് പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പിടുക. അവിടെയുള്ള ഏജന്റുമാരെ കൊണ്ട് ഒപ്പിടിക്കുക. വോട്ടേഴ്സ് രജിസ്റ്ററിലാണ് ഞാൻ പറഞ്ഞത്. വോട്ടേഴ്സ് രജിസ്റ്ററിൽ അവസാനം എഴുതിയതിൻ്റെ അടിയിൽ ഒരു നീളത്തിൽ ഒരു വര വരയ്ക്കുക. അതിൻ്റെ വര വരച്ചതിന് ശേഷം താഴെ എഴുതുക ദ സീരിയൽ നമ്പർ ഓഫ് ലാസ്റ്റ് എൻട്രി ഇൻ ഫോം 17 ഈസ്. അപ്പോൾ അവസാനത്തെ സീരിയൽ നമ്പർ ഏതാണെന്നാണ് നമ്മൾ അവിടെ എഴുതി വെക്കുന്നത്. അതോടുകൂടി അതിൽ പോളിംഗ് ഏജൻസും പ്രിസൈഡിംഗ് ഓഫീസറും സൈൻ ചെയ്യാം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, പോളിംഗ് ഏജന്റിന്റെ സാന്നിധ്യത്തിൽ പിന്നെ വി വി പാറ്റിൽ നിന്നും പവർ പാക്ക് നീക്കം ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ വി വി പാറ്റിന്റെ ക്യാരിയിങ് കേസ് സീൽ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ വി വി പാറ്റ് ആദ്യം തുടക്കത്തിൽ രാവിലെ ഒന്നും ബാറ്ററി ചെക്കിങ്ങോ ഒന്നും പാടില്ല. എന്നാൽ വോട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം ഈ ബാറ്ററി റിമൂവ് ചെയ്യാനുള്ള ഒരു സ്ഥലമുണ്ട്. അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് പോളിംഗ് ഏജന്റിന്റെ സാന്നിധ്യത്തിൽ തന്നെ നടത്തണം. റിമൂവ് ചെയ്ത ആ ബാറ്ററി വേറെ നമ്മൾ അവിടെ കൊടുക്കേണ്ടതുണ്ട്. ആ റിമൂവ് ചെയ്ത ബാറ്ററി റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ വി വി പാറ്റ് മെഷീൻ അതിൻ്റെ കേസിലേക്ക് വെച്ച് സീൽ ചെയ്യാൻ പാടുള്ളൂ. ഇനി ക്ലോസ് ബട്ടൺ അമർത്തുമ്പോൾ ലഭിക്കുന്ന വോട്ടാണ് നമ്മൾ ഫോം 17C വരേണ്ടത്. ഈ 17C വരേണ്ട വോട്ടെന്ന് പറയുന്നത് വോട്ടേഴ്സ് രജിസ്റ്ററിലെ വോട്ട് സമം വോട്ടിംഗ് മെഷീനിലെ വോട്ട് എന്നാണ്. വോട്ടിംഗ് മെഷീനിലെ വോട്ട് എത്രയാണോ അത്ര തന്നെയാണ് വോട്ടേഴ്സ് രജിസ്റ്ററിലും ഉണ്ടാവേണ്ടത്. ഇനി എന്തെങ്കിലും കൂടുതൽ ഉണ്ടെങ്കിൽ ഇപ്പുറത്ത് പിന്നെ കൂടുതൽ രജിസ്റ്ററിൽ ചിലപ്പോൾ കൂടുതൽ ഉണ്ടാവും. കാരണം ഏതൊക്കെ സാഹചര്യവശാൽ ഒന്ന് വോട്ട് വേണ്ടെന്ന് വെച്ചവർ, വോട്ട് ചെയ്യേണ്ടെന്ന് വെച്ചവരുണ്ടാവും. അപ്പോൾ അത് അതിൽ നിന്ന് കുറയ്ക്കേണ്ടതായിട്ടുണ്ടാവും. വോട്ടിംഗ് പ്രൊസീജിയർ വയലേറ്റ് ചെയ്തവരാണെങ്കിൽ അതും കുറയ്ക്കണം. ഈ രണ്ട് കേസുകൾ കുറയ്ക്കാനുണ്ട്. അത് കുറയ്ക്കുമ്പോൾ ഇത് രണ്ടും തുല്യമായി വരണം. മെഷീനിലെ വോട്ടും ഇതിലെ വോട്ടും തുല്യമായി വരണം.
പിന്നെ ടെസ്റ്റ് വോട്ട് 17C സീൽ നമ്പർ 5 രേഖപ്പെടുത്തേണ്ട, അത് നമ്മൾ കുറയ്ക്കേണ്ടതല്ല. ടെസ്റ്റ് വോട്ട് അവിടെ രേഖപ്പെടുത്തുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. ഇനി ഇത് നമ്മൾ ഉപകരണങ്ങളൊക്കെ സീൽ ചെയ്യുമ്പോൾ കൺട്രോൾ യൂണിറ്റ് പവർ സ്വിച്ച് ഓഫ് ചെയ്തു. നമ്മൾ ക്ലോസ് ബട്ടൺ അമർത്തിയതിന് ശേഷമാണ് കേട്ടോ. ക്ലോസ് ബട്ടൺ അമർത്താൻ ഒരു പ്രിസൈഡിംഗ് ഓഫീസറും മറന്നു പോകരുത്. ക്ലോസ് ബട്ടൺ അമർത്തി കഴിയുമ്പോൾ മാത്രമേ വോട്ടിംഗ് കഴിയുന്നുള്ളൂ. അല്ലാതെയൊക്കെ നമ്മൾ എടുത്ത് സീൽ ചെയ്യുകയോ പിന്നെ കവറിലാക്കുകയോ ഒന്നും ചെയ്യരുത്. പ്രിസൈഡിംഗ് ഓഫീസറുടെ വോട്ടിംഗ് തീരുമ്പോഴുള്ള പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ക്ലോസ് ബട്ടൺ അമർത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം കൺട്രോൾ യൂണിറ്റിന്റെ പവർ സ്വിച്ച് ഓഫ് ചെയ്യുക. കൺട്രോൾ യൂണിറ്റും വിവിപാറ്റും ബാലറ്റ് യൂണിറ്റും തമ്മിലുള്ള കണക്ഷൻസ് വേർപെടുത്തുക. എന്നിട്ട് ആ വയറുകളൊക്കെ നമ്മൾ കൃത്യമായി അടുക്കി അതൊന്ന് കെട്ടിവെക്കുക. വിവിപാറ്റിലെ പവർ പാക്ക് ബാറ്ററി ഞാൻ പറഞ്ഞല്ലോ, മാറ്റിയതിന് ശേഷം മാത്രമേ അതിൽ ക്യാരിയിങ് കേസിൽ വെക്കാൻ പാടുള്ളൂ. അത് പോളിംഗ് ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഈ ബാറ്ററി മാറ്റേണ്ടത്. ഇനി ബാലറ്റിംഗ് യൂണിറ്റിനും കൺട്രോൾ യൂണിറ്റിനും വിവിപാറ്റിനും അവയുടെ പ്രത്യേക ക്യാരിയിങ് കേസുകളിൽ തിരികെ വെക്കണം. അപ്പം നമ്മൾ കൊണ്ടുവന്നപ്പോൾ അതെല്ലാം ക്യാരിയിങ് കേസുകളിലാണ് കൊണ്ടുവന്നത്. ഇവിടെ വന്നിട്ടാണ് നമ്മളതെല്ലാം പുറത്തെടുത്തത്. അതുപോലെ തന്നെ തിരിച്ച് അതിലേക്കും കയറ്റേണ്ടതുണ്ട് നമ്മൾ. അവിടെ നമ്മൾ ഈ മെഷീനുകൾ ഒന്നും തന്നെ സീൽ ചെയ്യേണ്ടതില്ല, കാരണം ഓൾറെഡി എല്ലാം സീൽഡാണ്. കൺട്രോൾ യൂണിറ്റും പിന്നെ വിവിപാറ്റും ബാലറ്റിംഗ് യൂണിറ്റും സീൽഡാണ്. എന്നാൽ കേസുകളിനകത്ത് കയറ്റി വെച്ചതിന് ശേഷം കേസ് സീൽ ചെയ്യാനുണ്ട്. അത് അഡ്രസ് ടാഗ് വെച്ച് മാത്രമാണ് ഈ കേസുകൾ സീൽ ചെയ്യുന്നത്. ഓരോ ക്യാരിയിങ് കേസുകളും 2 വശങ്ങളിലുമുള്ള ദ്വാരങ്ങളിലൂടെ നൂല് കോർത്തിട്ട് അഡ്രസ് ടാഗ് ഇട്ട് സീൽ ചെയ്യണം. ടാഗിൽ പോളിംഗ് സ്റ്റേഷൻ നമ്പർ, പെട്ടിയിലുള്ള യൂണിറ്റ്, പ്രിസൈഡിംഗ് ഓഫീസറുടെ ഒപ്പും സീലും ഇതൊക്കെയാണ് ഉണ്ടാവേണ്ടത്. ഇനി ഈ 17C പൂരിപ്പിക്കുമ്പോൾ ചില റൂൾസ് ഒക്കെ പറയുന്നുണ്ട്. റൂള് 49O എന്ന് പറയുന്ന ഒന്നുണ്ട്. അത് ഐഡന്റിറ്റി വെരിഫൈ ചെയ്തു രജിസ്റ്ററിൽ ഒപ്പിട്ടതിന് ശേഷം നോട്ട് ടു കാസ്റ്റ് ദർ വോട്ട്. അതാണ് ഐഡന്റിറ്റി നമ്മൾ വെരിഫൈ ചെയ്തു. വോട്ടർ വന്നു, ഐഡന്റിറ്റി വെരിഫൈ ചെയ്തു, അദ്ദേഹം രജിസ്റ്ററിൽ ഒപ്പൊക്കെ ഇട്ടു. മഷി കുത്തി കഴിഞ്ഞാണല്ലോ രജിസ്റ്ററിൽ ഒപ്പിടുക. അപ്പൊ മഷി കുത്തി രജിസ്റ്ററിൽ ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ അയാൾ പറയാണ് ഞാൻ വോട്ട് ചെയ്യണ്ട. ആ കാറ്റഗറിയാണ് നമ്മൾ റൂള് 49O എന്ന വിഭാഗത്തിൽ വരുന്നത്. ഇനി പറയാനുള്ളത് 49M ആണ്. 49M എന്ന് പറയുന്നത് വോട്ടിംഗ് നടപടിക്രമങ്ങൾ പാലിക്കാത്ത വോട്ടർമാരെ വോട്ട് ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ വിലക്കും, പ്രിസൈഡിംഗ് ഓഫീസർ വിലക്കും. ആ കാറ്റഗറിയാണ് നമ്മൾ 49M എന്ന് വരുന്നത്. ഇനി വരുന്നത് പിന്നെ 49MA ഉണ്ട്. അത് ടെസ്റ്റ് വോട്ടാണ്. ടെസ്റ്റ് വോട്ട് ചെയ്യുന്നവരുടെ 49MA ആണ്. അത് ഈ 49MA പ്രകാരം ആരെങ്കിലും ടെസ്റ്റ് വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽ 17C രേഖപ്പെടുത്തുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ, കുറയ്ക്കുകയൊന്നും വേണ്ട. ഇനി എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും നല്ല രീതി കവറ്, ഞാൻ വീഡിയോ 5ാമത്തെ വീഡിയോയിൽ എൻ്റെ തന്നെ 5ാമത്തെ വീഡിയോ എടുത്താൽ മതി. അവിടെ എൻ്റെ ഒരു രീതി പറഞ്ഞിട്ടുണ്ട്. കവറ് നമ്പറുകളൊക്കെ ഇട്ട് തലേന്ന് തന്നെ ഫോംസ് കംപ്ലീറ്റ് ആയിട്ട് അതാത് കവറിലേക്ക് കടത്തി വെച്ചിട്ട് ചെയ്യുന്ന രീതിയാണ് ഏറ്റവും എളുപ്പമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് സ്വീകരിക്കേണ്ടവർക്ക് സ്വീകരിക്കാം. അപ്പോൾ അതിൽ തലേന്ന് തന്നെ എല്ലാ ഫോംസുകളിലും നമുക്ക് ആവശ്യമുള്ള എല്ലാ ഫോംസുകളിലും പിന്നെ ഈ ബാലറ്റ് പിന്നെ നമ്മുടെ പോളിംഗ് സ്റ്റേഷന്റെ പേര്, നമ്പർ എഴുതി വെക്കാവുന്ന എല്ലാ കാര്യങ്ങളും ഈ 4 പേരും കൂടെ കൂടി ചെയ്യും. അപ്പോൾ അതിനുശേഷം കവറിൽ കയറ്റി വെക്കുക. അപ്പോൾ പകുതി പണി തീർന്നു. അപ്പോൾ ആരും ഒരു ഫോമിൽ നിങ്ങൾ ഫോം പൂരിപ്പിച്ചിട്ട് വെള്ള പേപ്പർ നില്ല് എഴുതി പേപ്പറിൽ വെക്കണ്ട. ഈ നില്ല് രേഖപ്പെടുത്തേണ്ടത് ഒരു സ്കെച്ച് പെന്ന് വെച്ചിട്ട് നില്ലാണെങ്കിൽ അത് രേഖപ്പെടുത്തേണ്ടത് ആ ഫോമിൽ തന്നെയാണ്. അപ്പം നിങ്ങൾ ആരും ചിന്തിക്കേണ്ട ഈ ഫോം അടുത്ത നിയമസഭയ്ക്ക് എടുക്കാമല്ലോ, അത് വെറുതെ എന്തിനാ മിസ്യൂസ് ചെയ്യുന്നത്, ഞാൻ എഴുതിയിട്ട് ഫോം കാലിയായിട്ട് അവിടെ ഇരുന്നോട്ടെ, ഞാനൊരു വെള്ള പേപ്പറിൽ ഒരു നില്ല് വെക്കാം എന്നാരും ചിന്തിക്കേണ്ട. ഈ ഫോം ഒരിക്കലും പിന്നീട് ഉപയോഗിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് തലേന്ന് തന്നെ നമുക്ക് ആവശ്യമുള്ള എല്ലാ ഫോമുകളിലും നമുക്ക് അറിയുന്ന കാര്യങ്ങൾ, സ്റ്റേഷന്റെ പേര്, പോളിംഗ് സ്റ്റേഷൻ നമ്പർ, പിന്നെ ഏത് കോൺസ്റ്റിറ്റ്യുവൻസിയാണ്, ഏത് പാർലമെന്ററി എഴുതണമെങ്കിൽ അങ്ങനെ എന്തൊക്കെ എഴുതാമോ അതിൽ തന്നിരിക്കുന്ന ടെൻഡേർഡ് ബാലറ്റ് പേപ്പറുടെ എണ്ണം ഫ്രം ടു അത് നമുക്ക് എഴുതി വെക്കാം. അതിന്റെ നമ്പർ എഴുതി വെക്കാം. അത്തരത്തിൽ എഴുതി വെക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ എല്ലാം കൂടി ഈ 4 പേരും കൂടി ചെയ്തതിന് ശേഷം ബന്ധപ്പെട്ട കവറിലേക്ക് ഈ ഫോമുകളൊക്കെ
കയറ്റി വെക്കുക. മറ്റൊരു കാര്യം പ്രധാനപ്പെട്ടത് പറയാനുള്ളത്, സീല് ചെയ്യണമെന്ന് പറഞ്ഞത് മാത്രമേ സീല് ചെയ്യാവൂ. സീല് ചെയ്യണമെന്ന് പറഞ്ഞത് ചെയ്തിരിക്കുകയും വേണം. ആദ്യം ഒട്ടിക്കണം, അതിനുശേഷം ചുവന്ന ചെറുതായിട്ട് രണ്ട് ഭാഗത്ത് ഒട്ടിച്ചാലും മതി. ചുവന്ന അരക്ക് ഉരുക്കി ഒഴിച്ചിട്ട് അതിൻ്റെ മേലെ നമുക്കൊരു മെറ്റൽ സീല് തന്നിട്ടുണ്ട്. ആ മെറ്റൽ സീൽ ചെയ്ത് വെച്ച് പ്രസ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യേണ്ടത്. അൺസീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അൺസീൽഡായി കൊണ്ടുപോകുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ അത് കവറിൽ നിന്ന് പേപ്പർ പോകുമെന്നൊരു സംശയമുണ്ട്. അപ്പോൾ ഒരു ജസ്റ്റ് നമ്മളൊന്ന് സ്റ്റാപ്ലർ ചെയ്യുന്നത് നല്ലതാണ്. അൺസീൽഡിന് പിന്നെ സീൽഡിന് ആ സ്റ്റാപ്ലറിൻ്റെ ഒന്നും ആവശ്യവും ഇല്ല. ഇനി അവസാനം നമ്മൾ എല്ലാ കേസുകളും സീൽ ചെയ്തു. ഞാൻ അവസാനത്തിലേക്കാണ് ഞാൻ വീണ്ടും പോകുന്നത്. എല്ലാ 3 കേസുകളും, നമുക്ക് 3 കേസുകളാണ് ഉള്ളത്. കൺട്രോൾ യൂണിറ്റിന്റെ കേസ്, കൺട്രോൾ യൂണിറ്റ് അതിനകത്ത് വെച്ചു, അതിന്റെ കേസ് സീൽ ചെയ്തു. വിവിപാറ്റ് അതിനകത്ത് വെച്ചു, അതിന്റെ കേസ് സീൽ ചെയ്തു. ദെൻ ബാലറ്റിംഗ് യൂണിറ്റിന്റെ കേസും സീൽ ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം പിന്നെ എല്ലാം പെട്ടിയിലാക്കി. അതിനുശേഷം ആദ്യം ചെയ്യേണ്ടത് 17C നമ്മൾ എടുക്കേണ്ടത് ഫോം. അക്കൗണ്ട്സ് ഓഫ് വോട്ട്സ് റെക്കോർഡ് ചെയ്ത വോട്ടുകളുടെ കണക്കാണ് ആദ്യം നമ്മൾ പൂരിപ്പിക്കേണ്ടത്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അതാണ് ഈ ഏജന്റുമാർക്ക് ഇനി ആവശ്യം. അതിൻ്റെ ഓരോ കോപ്പി കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ആവശ്യം. ഈ കോപ്പി കൂടി കിട്ടിയാൽ പിന്നെ അവർ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല എന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ 17C പൂരിപ്പിക്കാം. അതിൻ്റെ ഒരു കോപ്പി ഒരു ഏജന്റിന് ഒന്ന് വെച്ചിട്ട് കൊടുക്കുക, അല്ല ഒരു സ്ഥാനാർത്ഥിയുടെ ഏജന്റിന് ഒരെണ്ണം. അത് റിലീവിങ് ഏജൻസിന് കൊടുക്കേണ്ടതില്ല. അപ്പോൾ അത് കൊടുത്ത് അത് കിട്ടിയാൽ പിന്നെ അവർ പോകും. പിന്നെ അവരുടെ ആവശ്യം അവിടെ ഇല്ല. അതിനുശേഷം വാതിലടച്ച് പിന്നെ നിങ്ങൾ 4 പേര്, പ്രിസൈഡിംഗ് ഓഫീസറും പോളിംഗ് ഓഫീസറായിട്ട് 3 പേരും കൂടി ചേർന്ന് കവറുകളിൽ ഫോമുകൾ എഴുതുക, ശരിയാക്കുക, എല്ലാം കവർ ഒട്ടിക്കുക, സീൽ വെക്കേണ്ടത് എല്ലാം കൂടെ സീലിംഗ് ഒക്കെ അവസാനം വെച്ച് ഒരുമിച്ച് ചെയ്താൽ മതി. അതെല്ലാം ചെയ്യുക. ഇനി നമ്മൾ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ 4 പേരും കൂടി ഇനി കൊടുക്കാൻ പോകണമെന്നില്ല. ഈ 2 പേര് മാത്രമായാലും മതി. അല്ല, ഈ 3 കേസ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ 3 പേര് വേണ്ടി വരും. ഏതാണോ സൗകര്യം അതുപോലെ ചെയ്യാം. എന്തായാലും 4 പേര് 3 കേസ് തന്നെ പിടിക്കാനുണ്ടല്ലോ നമുക്ക്. പിന്നെ പാക്കറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ മിക്കവാറും 4 പേര് തന്നെ അവിടെ പോകേണ്ടതായിട്ട് വരും. എന്നാലേ ഈ വർക്കെല്ലാം തീർത്ത് പോകാൻ പറ്റും. അങ്ങനെയെങ്കിൽ പോകേണ്ടി വന്നാൽ എല്ലാവരും പോകേണ്ടതാണ്. അല്ലാതെ ഇത് പ്രിസൈഡിംഗ് ഓഫീസറുടെയും ഫസ്റ്റ് പോളിംഗ് ഓഫീസറുടെയും ജോലി മാത്രമല്ല എന്ന കാര്യവും എല്ലാവരും ഓർമ്മിക്കുക. ഇനി അടുത്ത ക്ലാസ്സുകൾ മുതൽ ഞാൻ ഫോമുകൾ, നമുക്ക് 18ഓളം ഫോമുകളാണുള്ളത്. ആ ഫോമുകൾ പൂരിപ്പിക്കേണ്ട വിധം പൂരിപ്പിച്ച് ക്ലാസ്സുകൾ ഈ വീഡിയോയിൽ ഇടാം. പിന്നെ ഇതിനകത്ത് ഞാൻ റീപ്ലേസ്മെൻറ്റ് മാത്രം പറഞ്ഞിട്ടില്ല. റീപ്ലേസ്മെൻറ്റ് പറയുന്നത് തന്നെ ഒരു നെഗറ്റീവ് ആണല്ലോ. അപ്പോൾ റീപ്ലേസ്മെൻറ്റ് പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും വിവിപാറ്റിൻ്റെ ബാറ്ററി ചേഞ്ചോ പിന്നെ കൺട്രോൾ യൂണിറ്റിൻ്റെ എന്തെങ്കിലോ നോക്കട്ടെ, അങ്ങനെ എന്തെങ്കിലും ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവസാനം പറയാൻ വേണ്ടി ശ്രമിക്കാം, ഫോമൊക്കെ കഴിഞ്ഞതിന് ശേഷം. എന്ത് തന്നെയായാലും പിന്നെ എന്നെ കേട്ട ആരും മോശക്കാരാവരുത്. ഏറ്റവും നല്ല ഓഫീസർമാരായിട്ട് പ്രവർത്തിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ. പിന്നെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഫോമുകൾ പൂരിപ്പിക്കുന്ന വിധവുമായിട്ട് വീണ്ടും കാണാം. എന്നെ കേട്ട എല്ലാവർക്കും, നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ പറയാനുള്ള കാര്യം ഇതാണ്. നമ്മൾ ഇത് പിന്നെ ഞാൻ ഈ വീഡിയോസൊക്കെ ഇടുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് വീഡിയോസ് പല കേസുകളിലും ഇടുന്ന ഒരാളാണ്. നമ്മൾ പേഴ്സണലായിട്ട് ഒരുപാട് ബന്ധങ്ങൾ നമുക്ക് കിട്ടുമെന്നുള്ള, എനിക്കിപ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഒരുപാട് ആൾക്കാരുമായിട്ട് നേരിട്ട് കാണാത്ത ഒരുപാട് ആൾക്കാർ വിളിക്കുകയും അങ്ങനെ ഒക്കെയുള്ള ഒരു റിലേഷൻ ഉണ്ട്. അപ്പോൾ ആ റിലേഷൻ കൂടാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ നമ്മൾ ഈ വീഡിയോയിലൊക്കെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഹെൽപ്ഫുള്ളാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ മറ്റ് ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. കഴിയുമെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന ഒരു അഭ്യർത്ഥനയോടെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.